നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ, ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിൽ. ഞാൻ ഇതിനു മുമ്പും ദമാമിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒരു ജനസമുദ്രം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അത് പ്രത്യേകിച്ച് ഇതിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ശരിക്കും 3 മണിക്ക് അവിടെ ഗതാഗത കുരുക്കിൽപ്പെട്ടതാണ്. ഇപ്പൊ 8 മണിയായപ്പോഴത്തേനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അതെന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം പലരും ഇപ്പോ ദിലീപും കാവ്യയും കൂടെ കല്യാണം കഴിഞ്ഞതിന്റെ പറയുകയാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക. വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും നിങ്ങളുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും ദമാമിൽ ഞാൻ വന്നു ചേർന്നത്. അത് പറഞ്ഞപ്പോ ആ ചേട്ടൻ വേറൊരു ചേട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പിന്നെ സ്നേഹം മാത്രമല്ലടാ, നീ നല്ല കാശും വാങ്ങിച്ചിട്ടായിരിക്കും. ശരിയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കുറച്ച് കാശ് എനിക്ക് ഇവിടുന്ന് തരുന്നുണ്ട്. പക്ഷെ ആ ക്യാഷ് മുഴുവൻ കേരളത്തിലെ ഭവന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഭവനം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി. പിന്നെ എന്റെ വീട്ടുകാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ടിവിയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. 3 കുഞ്ഞുങ്ങളാണ്. മൂത്തയാള് കാശിനാഥ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആള് ജനിച്ചപ്പോ തന്നെ എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടി. കൈയടിക്കണം. അങ്ങനെ ഇരുന്നപ്പോ ദൈവം രണ്ടാമതൊരു കുഞ്ഞിനെ തന്നു, വസുദേവ്. ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആള് ജനിച്ചപ്പോ എനിക്ക് 2ാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിപാടി കൊള്ളാലോ. അങ്ങനെ തന്നെ എനിക്ക് ദൈവം 3ാമതൊരു പെൺകുഞ്ഞിനെ തന്നു. പേര് ഹൃദ്യ. ഇപ്പോൾ 4 വയസ്സായി. ആള് ജനിച്ചപ്പോ തന്നെ എനിക്ക് സംസ്ഥാന അവാർഡും കിട്ടി, നാഷണൽ അവാർഡും കിട്ടി. ഇനി ഓസ്കാർ അവാർഡ് കിട്ടുമെങ്കിൽ 4ാമത്തതിന് ഞാൻ റെഡിയാണ്. അതിന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണ്ട, പ്രാർത്ഥന മാത്രം മതി എന്നുകൂടി പറഞ്ഞുകൊണ്ട്, ശരിക്കും മഴ പ്രതികൂലമായിട്ട് ഇങ്ങനെ ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടുത്തെ ഈ സൗണ്ട് സിസ്റ്റവും പിന്നെ ലൈറ്റും ഒന്നും അങ്ങോട്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് മ്യൂസിക് ഒന്നും വരാൻ പാടില്ല എന്ന് ഇവിടെ അറിയിച്ചതിന് പ്രകാരം ഇനി അധിക സമയം ഞാനിവിടെ നിന്നിട്ടും കഥയില്ല. ഒരു എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ അത് മ്യൂസിക്കും കൂടെ വേണമായിരുന്നു. പക്ഷെ സാധിക്കുമോ? സാധിക്കല്ല, സാധിക്കോ? എടാ, ഈ മഴയ്ക്ക് നീ അവിടെ പോയിരുന്നേ. എന്തായാലും കുറച്ച് ശബ്ദാനുകരണം നടത്താം. അതായിരിക്കും ഏറ്റവും നല്ല. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലെയും സാംസ്കാരിക നായകന്മാരുടെയൊക്കെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ മഴ ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായം ചെന്ന ആൾക്കാർ വരെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തെന്ന് വീക്ഷിക്കുക. നമ്മുടെ SNDPയുടെ സമുന്നതനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ ശബ്ദം ഞാനിവിടെ ഇമിറ്റേറ്റ് ചെയ്യാം. കാരണം അദ്ദേഹം ടിവിയിലൂടെയൊക്കെ പറയുമ്പോൾ ഒന്നും വ്യക്തതയില്ല. ടിവിയുടെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. SNDPയുടെ സമുന്നതനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. സത്യമായ കാര്യം, ഇപ്പോ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവവും മനുഷ്യനാണ്. അപ്പോ അത് ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതി. ഇനി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു മുട്ടനാടിന്റെ ശബ്ദമായിട്ട് വളരെ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ കണ്ട മുട്ടനാട്